നമസ്കാരം. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കൊട്ടക്കണക്കിന് കേസെടുത്തപ്പോൾ സമാന്തര പോലീസ് ചമഞ്ഞ് പ്രതിഷേധക്കാരെ മർദ്ദിച്ച CPM പ്രവർത്തകർക്കെതിരെയുള്ളത് തീരെ കുറവ് കേസുകൾ മാത്രം. കരിങ്കൊടി കാണിച്ചവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്ക സ്ഥലത്തും CPM പ്രവർത്തകരുടെ ക്രൂര മർദ്ദനത്തിന് ഇരയായി. പലപ്പോഴും പോലീസ് കാഴ്ചക്കാരാവുകയും ചെയ്തു. പല പരാതികളിലും കേസെടുത്തിട്ടുമില്ല. CPM പ്രവർത്തകർ നടത്തിയത് രക്ഷാപ്രവർത്തനം ആണെന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. UDFിനെതിരായ കേസുകളിൽ മിക്ക ജില്ലകളിലും പ്രധാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ CPM പ്രവർത്തകർ പ്രതികളായ കേസുകളിൽ FIR രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ അറസ്റ്റ് ഉണ്ടായില്ല. ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ച് ദണ്ഡുമായി മർദ്ദിച്ചെങ്കിലും ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അനിൽകുമാർ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിച്ചിരുന്നെങ്കിലും ഒടുവിൽ കോടതി ഉത്തരവ് പ്രകാരം അനിലിനും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസിന് കേസെടുക്കേണ്ടി വന്നു. UDF പ്രവർത്തകർക്കെതിരെ 256, CPM പ്രവർത്തകർക്കെതിരെ 21, കരിങ്കൊടി കാണിച്ച BJPക്കാർക്കെതിരെ 18, പ്രതിഷേധക്കാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ 5, മറ്റു ചില സംഘടനകളിൽപ്പെട്ടവർക്കെതിരെ 7 എന്നിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ. പോലീസ് ആസ്ഥാനത്തെ കണക്കുപ്രകാരം ആകെ കേസുകൾ 307. അതേസമയം നവകേരള സദസ്സ് കാണാൻ കറുത്ത ചുരിദാർ അണിഞ്ഞെത്തിയതിന് 7 മണിക്കൂറിലേറെ പോലീസ് തടഞ്ഞുവെച്ചു എന്ന പരാതിയുമായി യുവതി ഹൈക്കോടതിയെ സമീപിച്ചു. അകാരണമായി പോലീസ് തടഞ്ഞുവെച്ചതിനാൽ അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിങ്കളാഴ്ച പരിഗണിക്കും. കൊല്ലം തലവൂർ സ്വദേശിനി അർച്ചനയാണ് ഹർജി നൽകിയത്. അർച്ചന ഭർത്താവിന്റെ അമ്മയുമൊത്താണ് ഡിസംബർ 18-ന് കൊല്ലം ജംഗ്ഷനിൽ നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ പോയത്. കറുത്ത വസ്ത്രമായിരുന്നു അണിഞ്ഞത് എന്നതിനാൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വന്നതെന്ന് വിവരം ലഭിച്ചെന്ന് പറഞ്ഞ് കുന്നിക്കോട് പോലീസ് 7 മണിക്കൂറിലേറെ തടഞ്ഞുവെച്ചുവെന്നാണ് അർച്ചനയുടെ പരാതി. അതേസമയം നവകേരള സദസ്സിനായി പറവൂർ നഗരസഭ സെക്രട്ടറി അനുവദിച്ച തുക സ്വകാര്യ കമ്പനി തിരിച്ചടച്ച വാർത്തയും വന്നു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് 1 ലക്ഷം രൂപയാണ് അത്താണിയിലെ സിനാരിയോ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നഗരസഭ അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ നവകേരള യാത്രയിൽ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ പണം അനുവദിച്ചത് വൻ വിവാദമായിരുന്നു. ഇതിനെ തുടർന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനം റദ്ദാക്കുകയായിരുന്നു. എന്നാൽ തീരുമാനം റദ്ദാക്കാൻ തയ്യാറാകാതെ സെക്രട്ടറി പണം നൽകി. നേരത്തെ വന്ന സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് നടപടിയെന്നായിരുന്നു വാദം. തദ്ദേശ സ്ഥാപനങ്ങൾ 1 ലക്ഷം രൂപ നവകേരള സദസ്സിനായി സംഭാവനയായി നൽകണമെന്നായിരുന്നു സെക്രട്ടറിമാർക്കുള്ള സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ ഈ കേസ് പരിഗണിച്ച കോടതി സെക്രട്ടറിയുടെ നടപടി തെറ്റാണെന്നും കൗൺസിൽ ചെയർമാൻ എന്നിവരുടെ നിർദ്ദേശം കൂടാതെ അത്തരത്തിൽ നഗരസഭയുടെ തനത് വിഹിതം ഉപയോഗിക്കാനാവില്ലെന്ന് കോടതി വിധിക്കുകയായിരുന്നു. പണം നൽകണം എന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും കോടതി വിധിച്ചിരുന്നു.